മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിച്ചതിന് പിന്നാലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളിലേക്ക് കടന്ന് മഹായുതി സഖ്യം. ബി.ജെ.പി. നയിക്കുന്ന സഖ്യത്തിൽ നിന്ന് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിനെയാണ് പരിഗണിക്കുന്നത്. ദേവേന്ദ്ര ഫട്നാവിസ്, ഏക്നാഥ് ഷിൻഡെ, അജിത് പവാർ ഇന്ന് ഡൽഹിയിലെത്തി 8 മണിക്ക് അമിത്ഷായെ കാണും. മഹാരാഷ്ട്രയിൽ മികച്ച വിജയം നേടിയ പശ്ചാത്തലത്തിൽ ബി.ജെ.പിയിൽ നിന്ന് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി പദത്തിൽ എത്താനാണ് സാധ്യത. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ മുന്നണിക്കകത്ത് തർക്കങ്ങളില്ലെന്നാണ് കഴിഞ്ഞ ദിവസം ഫട്നാവിസ് വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിമാരും മാത്രമായിരിക്കും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുക. മന്ത്രിസഭയിലെ ബാക്കി അംഗങ്ങൾ ആരെല്ലാമാകുമെന്നതിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെന്നാണ് മുന്നണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നിയമസഭയിൽ ആകെയുള്ള 288 സീറ്റിൽ 235 സീറ്റുകളും നേടിയാണ് ബി.ജെ.പി. നയിക്കുന്ന മഹായുതി മുന്നണി മഹാരാഷ്ട്രയിൽ വീണ്ടും അധികാരത്തിലെത്തുന്നത്. 132 സീറ്റുകൾ നേടിയ ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷി. ശിവസേന ഷിൻഡെ പക്ഷം 57 സീറ്റുകളും എൻ.സി.പി. അജിത് പവാർ പക്ഷം 41 സീറ്റുകളും സ്വന്തമാക്കി. രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ നേതാക്കൾ മുംബൈയിൽ സംസ്ഥാനത്തെ നേതാക്കളുമായി മന്ത്രിസഭാ രൂപീകരണ ചർച്ച നടത്തും. അതിലുണ്ടാകുന്ന തീരുമാനത്തിന് തുടർച്ചയായിട്ടാകും ഘടകകക്ഷികളുമായുള്ള ആശയവിനിമയവും. ഉപമുഖ്യമന്ത്രി പദം 2 പ്രധാന ഘടകകക്ഷികൾക്ക് നൽകുന്നതിൽ ബി.ജെ.പി. എതിര് നിൽക്കാനിടയില്ല. അതേസമയം മഹാവികാസ് അഘാഡി സഖ്യം തെരഞ്ഞെടുപ്പ് ഫലം ചോദ്യം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. നാഷണൽ ഡെസ്ക്, അമൃത ന്യൂസ്.